ഓക്കെ, അടുത്തത് എന്താണ് ഒരു സൈക്കിൾ? സൈക്കിൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് ഒരു സൈക്കിൾ? ഒരു നോൺ ട്രിവിയൽ ക്ലോസ്ഡ് ട്രെയിലാണ്. ക്ലോസ്ഡ് ആയിരിക്കണം, ട്രെയിലായിരിക്കണം, എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നോൺ ട്രിവിയൽ ആയിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും കാണും, ട്രെയിലാണ്. ഓക്കെ, അപ്പം ഒരു എഡ്ജെങ്കിലും കാണണം അറ്റ്ലീസ്റ്റ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഫിഗറിനെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ. പക്ഷേ ഒരു കണ്ടീഷനോടുണ്ട്, ഇൻറ്റേർണൽ വേർട്ടിസസ് ആൻഡ് ഒറിജിൻ മസ്റ്റ് ബി ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, എന്താണ് ഈ പറയുന്നത്? നോൺ ട്രിവിയൽ ക്ലോസ്ഡ് ട്രെയിൽ എന്ന് പറയുമ്പം നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു ഫിഗർ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതെൻ്റെ V1. ഈ ഒരു ഫിഗർ വരച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ വന്നാൽ അത് ക്ലോസ്ഡ് ആണ്, നോൺ ട്രിവിയൽ ആണ്. എഡ്ജസ് ഒന്നിൽ കൂടുതലോ ഉണ്ട്. പിന്നെ ക്ലോസ്ഡ് ആണ്, ട്രെയിലാണ്. കാരണം എന്താ, ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം എൻ്റെ എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ട്രെയിൽ എന്ന് പറഞ്ഞാൽ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു നോൺ ട്രിവിയൽ ക്ലോസ്ഡ് ട്രെയിലാണ്. പക്ഷേ ഇതിനെ നമുക്കൊരു സൈക്കിൾ എന്ന് വിളിക്കാൻ പറ്റുകയില്ല. ഓക്കെ, വേർട്ടിസസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതായത് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ക്ലോസ്ഡ് നോൺ ട്രിവിയൽ ട്രെയിൽ വിത്ത് ഒറിജിൻ ആൻഡ് ഇൻറ്റേർണൽ വേർട്ടിസസ് ഡിഫറെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ പോലത്തെ ഒരു ഫിഗറുമായിട്ട് ഐസോമോർഫിക് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇൻറ്റേർണൽ ആയിട്ടൊന്നും ജോയിൻ ചെയ്ത് കിടപ്പില്ല, വേർട്ടിസസ് ഒന്നും ജോയിൻ ചെയ്ത് കിടപ്പില്ല. ഒന്നിൽ കൂടുതൽ എഡ്ജസ് ഉണ്ട്, ക്ലോസ്ഡ് ആണ്, ഒരു ട്രെയിലാണ്, ഒറ്റ പ്രാവശ്യമേ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗറിനെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ. ഇപ്പോൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇത് തെറ്റാണ്, ഇത് കറക്റ്റ്. ഓക്കെ, അടുത്തത് ഈ ഡെഫിനേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈക്കിളിന് വേറൊരു ഡെഫിനേഷനോടെ പറയാൻ പറ്റും. അപ്പോൾ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? എ ക്ലോസ്ഡ് ട്രെയിലാണ്, ഒരു ക്ലോസ്ഡ് ട്രെയിലാണ്. ആ ക്ലോസ്ഡ് ട്രെയിലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, V1 V2 എക്സെട്ര Vn V1. എന്താ, ക്ലോസ്ഡ് ട്രെയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ഇവിടെ V1 V2 ഇതിൻ്റെ ഇടയ്ക്ക് എഡ്ജസ് ഉണ്ട്, എഡ്ജസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്കൊരു വർക്കിനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ V1 തന്നെയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു ക്ലോസ്ഡ് ട്രെയിലാണ്. പിന്നെ ഒരു ക്ലോസ്ഡ് ട്രെയിൽ എപ്പോഴാണ് സൈക്കിൾ ആവുന്നത്? ഇഫ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. C ഹാസ് അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ്, അതാണ് ഈ നോൺ ട്രിവിയൽ എന്ന് ഇവിടെ വന്നത്. ഓക്കെ, നോൺ ട്രിവിയൽ എന്നത് ഇവിടെ വന്നതാണ്. C ഹാസ് അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ്. പിന്നെ V1 V2 എക്സെട്ര Vn ആർ n ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ്. നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഒരു വേർട്ടെക്സ് പോലും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വേണം. അഥവാ ഇൻറ്റേർണൽ വേർട്ടിസസ് ആൻഡ് ഒറിജിൻ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു. ആ കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. V1 V2 എക്സെട്ര Vn ആർ n ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ് ആയിരിക്കണം. അപ്പം ഇവിടെ n വേർട്ടിസസ് ആണുള്ളത്, n ആണോ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഓക്കെ, ടെർമിനസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, കാരണം ടെർമിനസും ഒറിജിനും സെയിം ആയാൽ മാത്രമേ ക്ലോസ്ഡ് ആവത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഒറിജിൻ ആൻഡ് ഇൻറ്റേർണൽ വേർട്ടിസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കുറച്ച് നോട്ട്സ് ആണ്. എന്താണ് ഒരു കെ സൈക്കിൾ? ഓക്കെ, കെ എഡ്ജസ് ഉള്ള സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് കെ സൈക്കിൾസ്. കെ എഡ്ജസ്, നമ്മൾ ക്ലോസ്ഡ് ട്രെയിലാണെന്ന് പറഞ്ഞു, അപ്പോൾ അവിടെ എഡ്ജസിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, കെ എഡ്ജസ് ഉള്ള ഒരു സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് കെ സൈക്കിൾ. അപ്പോൾ രണ്ട് എഡ്ജുള്ള സൈക്കിളിനെ വിളിക്കുന്ന പേരെന്താ? രണ്ട് എഡ്ജസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, കാരണം ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഈ പാരലൽ സെറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, രണ്ട് എഡ്ജസിനെ വിളിക്കുന്ന പേരാണ് ടു സൈക്കിൾ. അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് C2. ഓക്കെ, ഒരു 2 സൈക്കിളിനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് C2. അതുപോലെ n സൈക്കിളിനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് Cn. ഇനി ഒരു 3 സൈക്കിൾ നമുക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വേർട്ടിസസ് വേണം. ഒറ്റ പ്രാവശ്യമേ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. n വേർട്ടെക്സും ഒറിജിനും, അതായത് ഒറിജിനും ടെർമിനസും സെയിം ആയിരിക്കണം. അപ്പം ഇതിനുള്ള പോസിബിലിറ്റി ഏതേ ഉള്ളൂ? ഒരു ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം എ 3 സൈക്കിൾ ഈസ് ഓഫൻ കോൾഡ് എ ട്രയാങ്കിൾ. ഇതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്
C3, അല്ലെങ്കിൽ ഇതിനെ ഒരു 3 സൈക്കിൾ എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പോൾ 3 സൈക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. അടുത്ത കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇവിടെ C4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 4 എഡ്ജസ് ഉള്ളൊരു സൈക്കിളായിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ V1 V2ൻ്റെ ഇടയ്ക്ക് ഒരു എഡ്ജ്, V2 V3യുടെ ഇടയ്ക്ക് ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം. അപ്പോൾ 4 എഡ്ജസ് ഉണ്ട്. ഏതാണ് ആ സൈക്കിൾ? V1 V2 V3 V4 V1. ഇതാണ് ആ സൈക്കിൾ. അതിനകത്ത് വേർട്ടിസസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വേർട്ടിസസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആകെ ടെർമിനൽസും ഒറിജിനും മാത്രമേ റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു C4 സൈക്കിളിന് എക്സാമ്പിൾ. ഇനി അടുത്തൊരു സൈക്കിൾ C6. 6 എഡ്ജസ് ഉള്ളൊരു സൈക്കിളാണോ അല്ലയോ എന്നാണ് ഇവിടെ സൈക്കിൾ അല്ല തന്നിരിക്കുന്നത്. ഓക്കെ, C6 എന്ന് പറയുന്നൊരു വോക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാൻ മതി സൈക്കിൾ ആണോ അല്ലയോ എന്ന്. V1 V2 V5 V3 V4 V5 V1. ഓക്കെ, അപ്പോൾ V1 V2 V5ൽ ഓൾറെഡി വന്നിട്ടാണ് തിരിച്ചിങ്ങനെ പോകുമ്പോൾ പിന്നെ V5ൽ ടച്ച് ചെയ്ത് V1ൽ വന്നത്. നേരത്തെ കാണിച്ച എക്സാമ്പിൾ തന്നെ അത് സൈക്കിൾ അല്ല എന്ന് നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ C6 ഇസ് എ നോൺ ട്രിവിയൽ ക്ലോസ്ഡ്. നോൺ ട്രിവിയലൊക്കെയാണ്, ക്ലോസ്ഡ് ട്രെയിലാണ്, പക്ഷേ സൈക്കിളല്ല. കാരണം എന്താ? വേർട്ടിസസ് ഇൻറ്റേർണലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, C3 എന്ന് പറയുന്നത് V1 V2 V5 V1 V1 V2 V5 V1 നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ C3 ഈസ് എ ട്രയാങ്കിൾ. അടുത്തത് പറയുന്നത് എന്താണ് ഒരു വൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു എഡ്ജ് മാത്രമുള്ള സൈക്കിൾ. ഒരു എഡ്ജ് മാത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സൈക്കിൾ ആകുമ്പം ഒറിജിനും ടെർമിനസും സെയിം ആയിരിക്കണം. അപ്പം ഇതാണ് അതെന്ന് പറയുന്നത് ഒരു ലൂപ്പായിരിക്കും. ഇപ്പോൾ വൺ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. അതുപോലെ 2 എഡ്ജസ് ഓഫ് എനി സൈക്കിൾ. ഒരു സൈക്കിളിൻ്റെ 2 എഡ്ജസ് എന്ന് പറയുമ്പോൾ, സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതായിട്ടിരിക്കണം. ഇപ്പോൾ സൈക്കിളിൻ്റെ 2 എഡ്ജസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏത് ഫിഗർ വരച്ചാലും അത് ഇങ്ങനെ ഇരിക്കും. അത് ക്ലോസ്ഡ് അല്ല. ഓക്കെ, ട്രെയിലൊക്കെയാണ് പക്ഷേ ക്ലോസ്ഡ് അല്ല. അപ്പം ക്ലോസ്ഡ് ആയിട്ട് ഒരിക്കുന്ന ഒരു 2 സൈക്കിൾ, 2 എഡ്ജസ് ഓഫ് എനി സൈക്കിൾ ഓഫ് ലെങ്ത് 2 ആർ പെയർ ഓഫ് പാരലൽ എഡ്ജസ് ആയിരിക്കും. ഒരു സൈക്കിളിലെ 2 എഡ്ജസ് എന്ന് പറയുന്നത് ഓഫ് ലെങ്ത് 2 എന്ന് പറയുന്നത് പെയർ ഓഫ് പാരലൽ എഡ്ജസ് ആയിരിക്കും. അടുത്തത് എന്താണ് ഒരു വീൽ ഗ്രാഫ് എന്ന് പറയുമ്പം നമുക്ക് കാണുമ്പോഴേ അറിയാം ഒരു വീല് പോലെ ഇരിക്കും. ഓക്കെ, ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, എന്നിൻ്റെ വാല്യൂ 4 4ൽ കൂടുതലോ ആകുമ്പോൾ മാത്രമേ നമുക്കൊരു വീൽ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. The wheel graph with n vertices is defined to be Wn വെച്ചിട്ടാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. n vertices ഉള്ളൊരു വീൽ ഗ്രാഫിനെ Wn വെച്ചിട്ടാണ്. അതിൻ്റെ ഡെഫിനിഷനാണ് K1 + Cn-1. K1 എന്ന് പറയുമ്പം ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 1 വെർട്ടെക്സ് ഇങ്ങനെ കാണും. പിന്നെ അതിന് ചുറ്റും ഒരു n-1 ലെങ്ത് ഉള്ളൊരു സൈക്കിള് കാണും. ഓക്കെ, n-1 ലെങ്ത് ഉള്ളൊരു സൈക്കിള്. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇത് W8 ഇവിടെ എത്ര വേർട്ടിസസ് ഉണ്ട്? ഇപ്പം നമ്മൾ റെഗുലർ ഗ്രാഫിലും ബൈപാർട്ടൈറ്റ് ഗ്രാഫിലും ഒക്കെ KN-ഉം KMN-ഉം ഒക്കെ എഴുതാറുണ്ട്. KN KMN ഒക്കെ എഴുതാറുണ്ട്. ഇതെല്ലാം വേർട്ടിസസിൻ്റെ എണ്ണമാണ്. പക്ഷേ സൈക്കിളിൽ നമ്മൾ CN എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ സൈക്കിൾ എഡ്ജസിൻ്റെ എണ്ണമാണ്. അത് തെറ്റരുത്. വീൽ ഗ്രാഫിലും വേർട്ടിസസിൻ്റെ എണ്ണം വെച്ചിട്ടാണ് Wn പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുമ്പോൾ W4 ആണ് ഈസ് ഈക്വൽ ടു K1 + C4 - 1 എന്ന് പറയുമ്പോൾ C3. നോക്കിയേ, ഇതൊരു സൈക്കിൾ ഓഫ് ലെങ്ത് 3 ആണ്. 3 വേർട്ടിസസ് ആണ്, 3 എഡ്ജസ് ആണ്. സൈക്കിൾ ഓഫ് ലെങ്ത് 3 ആണിത്. ഇതൊരു വീൽ ഗ്രാഫ്. ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 6 6 വേർട്ടിസസ് ഉണ്ട്. W6 ആണിത്. ഈസ് ഈക്വൽ ടു K1 + C6 - 1 എന്ന് പറയുമ്പോൾ 5. 1 2 3 4 5 എഡ്ജസ് ഉള്ള ഒരു സൈക്കിളാണ് ഇതിന് ചുറ്റുമുള്ളത്. ഓക്കെ, അപ്പം C5. സൈക്കിള് പറയുമ്പോൾ നമ്പർ ഓഫ് എഡ്ജസ്, വീൽസ് പറയുമ്പോൾ നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് സഫിക്സ് ആയിട്ട് വരുന്നത്. ഇതാണ് ഒരു പീറ്റേഴ്സൺ ഗ്രാഫ്. ഒരു പീറ്റേഴ്സൺ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ ഈ ഗ്രാഫ് വരച്ചാൽ മതി. ഒരു പെൻറ്റഗൺ പോലെ വന്നിട്ട് അതിൻ്റെ അകത്തൊരു സ്റ്റാർ, ഈ വേർട്ടിസസ് നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കും. ഇതാണൊരു പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറയുന്നത്.